ഐ ആം സഞ്ജയ് ഹിയർ ഫ്രം ബീറ്റോറ ഡ്രം സ്പേസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് സ്റ്റാഫ് നോട്ട്, മാനുസ്ക്രിപ്റ്റ് നോട്ട്, എന്താണ് നൊട്ടേഷൻ. മ്യൂസിക് എഴുതാൻ കഴിയുന്ന 5 ലൈനുകളും അതിനുള്ളിൽ 4 സ്പേസുകളും അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഡ്രംസിൽ അടങ്ങിയിരിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ, ആ ഇൻസ്ട്രുമെന്റുകൾ ഓരോന്നും ഏതെല്ലാം സ്പേസിലാണ്, ഏതെല്ലാം ലൈനിലാണ് എന്നുള്ളത് കാണിക്കാനാണ് അതിനകത്തുള്ള സ്റ്റാഫ് ലൈനുകൾ ഉപയോഗിക്കുന്നത്. ഓരോ സ്റ്റാഫ് ലൈനിലും അടങ്ങിയിരിക്കുന്ന ഇൻസ്ട്രുമെന്റിനനുസരിച്ചാണ് അത് ഏത് ഇൻസ്ട്രുമെന്റ് എത്ര സമയം, എത്ര ഇടവേള വിട്ട്, എത്ര നേരം പ്ലേ ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ നോട്ടുകൾ എഴുതാൻ നമ്മളൊരു ലൈൻ യൂസ് ചെയ്യുന്നത് പോലെ മ്യൂസിക്കൽ നോട്ടുകൾ എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് ലൈൻസ് ആണ് സ്റ്റാഫ് നോട്ട് എന്ന് പറയുന്നത്. അതിനുള്ളിൽ ഡ്രംസിന്റെ ഓരോ ഇൻസ്ട്രുമെന്റിന്റെ ഭാഗങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മാനുസ്ക്രിപ്റ്റ് നോട്ട്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ലാംഗ്വേജ് എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ബ്ലാങ്ക് സ്റ്റാഫ് പേപ്പറാണ് മാനുസ്ക്രിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള നോട്ടുകൾ നമുക്ക് തന്നെ എഴുതി വെക്കാം. അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറിന് പഠിപ്പിക്കാൻ വേണ്ട രീതിയിലുള്ള നോട്ടുകൾ തരാനായിട്ട് സാധിക്കും. അത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റ് ഓഫ് പേപ്പറാണ് മാനുസ്ക്രിപ്റ്റ് നോട്ടുകൾ എന്ന് പറയുന്നത്. എന്താണ് നൊട്ടേഷൻ? മ്യൂസിക്കിനെ എഴുതി വെക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഓഫ് ലാംഗ്വേജ് ആണ് നൊട്ടേഷൻ. ഞാനിപ്പോൾ ഒരു പാട്ട് പാടുകയാണ്, അത് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ കേൾക്കുകയാണ്. ഞാൻ ഈ പാടുന്ന പാട്ടുകളുടെ നോട്ടുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ, പ്രത്യേക താളക്രമത്തിൽ എഴുതി നിങ്ങളെ പഠിപ്പിച്ച ശേഷം അത് പാടിക്കുകയാണെങ്കിൽ ഞാൻ പാടുന്നത് പോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പാടാനായിട്ട് സാധിക്കും. ഇതിന് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൊട്ടേഷൻ എല്ലായിടങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. പാട്ട് പാടുന്നവർ ഉപയോഗിക്കുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് അവരുടെ നൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് കർണാടക സംഗീതത്തിന്റെ നൊട്ടേഷൻ ആയിരിക്കും. സ, രി, ഗ, മ, പ, ധ, നി, സ തുടങ്ങിയിട്ടുള്ള സ്വരങ്ങളുടെ നൊട്ടേഷൻ ആയിരിക്കും അവർ പഠിക്കുന്നത്. ചെണ്ട, തബല അല്ലെങ്കിൽ മൃദംഗം, തകിൽ തുടങ്ങിയിട്ടുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ചില അക്ഷരങ്ങളെ പ്രത്യേക ഒരു താളക്രമത്തിൽ പറയുന്ന രീതിയാണ്, അതിനെ ചൊല്ലുകൾ എന്ന് പറയും. ചൊല്ലുകൾക്കൊരു പ്രത്യേക അർത്ഥമില്ല, പക്ഷെ അതൊരു താളത്തിനകത്ത് വരുമ്പോഴാണ് അതൊരു മ്യൂസിക്കൽ ഫോം ആയിട്ട് മാറുന്നത്. അവിടെ നമ്മൾ തരികിട, തകതിമി, തരികിടത എന്നുള്ള പല അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു മാല പോലെ ഒരു പ്രത്യേക താളത്തിൽ വായിക്കുന്ന രീതിയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അവരുടെ നൊട്ടേഷൻസ് ചൊല്ലുകളാണ്. അതുപോലെ ഏതൊരു ഇൻസ്ട്രുമെന്റും, കീബോർഡ് ആയാലും, ഗിറ്റാർ ആയാലും, വയലിൻ ആയാലും, കജോൻ ആയാലും, ഡ്രംസ് ആയാലും, ഏത് ഇൻസ്ട്രുമെന്റ് ആയാലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വാക്കുകൾ പറയുന്നത് പലപ്പോഴും പല പേരുകളായാലും, സെന്റൻസ് ആയാലും, പാരഗ്രാഫ് ആയാലും ഒക്കെ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ്. അപ്പൊ ഈ അക്ഷരങ്ങൾ കൂട്ടിച്ചേർന്ന് ഒരു വാക്ക് പറയുന്നത് പോലെ തന്നെ കുറച്ചധികം ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക താളക്രമത്തിൽ തുടർച്ചയായി പറയുന്ന രീതിയാണ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അവിടെ ആ താളത്തിനനുസരിച്ച് ആ നോട്ടുകൾ വായിക്കുമ്പോഴാണ് അതൊരു സംഗീതമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ കേൾക്കുന്ന, പാടുന്ന, വായിക്കുന്ന മ്യൂസിക്കിനെ എഴുതി വെക്കുന്ന ഭാഷയെയാണ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഡ്രംസ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഡ്രംസ് എന്ന് പറയുന്നത് ഒറ്റ ഇൻസ്ട്രുമെന്റ് ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഡ്രം കിറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്ന ഡ്രംസ്. അപ്പോൾ ഡ്രംസ് നൊട്ടേഷനിൽ ഓരോ ഇൻസ്ട്രുമെന്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ രീതിയിലാണ്. അതിന്റെ പൊസിഷൻ എന്താണ്, ഏതെല്ലാം ഇൻസ്ട്രുമെന്റിലാണ് ഒരേ സമയം അല്ലെങ്കിൽ ഇടവിട്ട സമയങ്ങളിൽ പ്ലേ ചെയ്യേണ്ടത്, എപ്പോഴാണ് പ്ലേ ചെയ്യേണ്ടത്, എവിടെ പ്ലേ ചെയ്ത് തുടങ്ങണം, എവിടെ നിർത്തണം, എത്ര തവണ ആവർത്തിക്കണം എന്നെല്ലാം ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കും. ഇതിനെയാണ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നൊട്ടേഷനിൽ അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു നോട്ടിന്റെ വേഗത അല്ലെങ്കിൽ ടെമ്പോ, അത് സ്ലോ ആണോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആണോ എന്നുള്ളത് കൃത്യമായി ആ നൊട്ടേഷനിൽ എഴുതിയിരിക്കും. ബീറ്റ് കൗണ്ട് അഥവാ താളം, ഏത് താളത്തിലാണ് ആ നോട്ട് വായിക്കേണ്ടത്. 4/4 എന്ന് പറയുന്ന ഒരു ബീറ്റ് കൗണ്ട് പറയുമ്പോൾ 1 2 3 4 ഈ രീതിയിലാണ് അത് പറയുന്നത്. 4/4 പുറമെ 3/4, 5/8, 6/8, 7/8 തുടങ്ങിയിട്ടുള്ള പല താളങ്ങൾ നമ്മുടെ ഡ്രംസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് ആ താളം പറയേണ്ടതും നമ്മുടെ നോട്ട് പ്ലേ ചെയ്യേണ്ടതും. തുടക്കക്കാരായിട്ടുള്ള കുട്ടികളായാലും, ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്ന കുട്ടികളായാലും, ഇനി അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും എപ്പോഴും കൗണ്ട് പുറത്ത് പറഞ്ഞു തന്നെ പഠിച്ച് പരിശീലിക്കണം. കാരണം നമ്മുടെ മനസ്സിൽ കൗണ്ട് പറയും തോറും പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ പലപ്പോഴും കൗണ്ട് പറയുന്നതിൻ്റെ ടൈമിങ് പോലും തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നൊട്ടേഷനിൽ എഴുതിയിരിക്കുന്ന കൗണ്ട് അല്ലെങ്കിൽ താളം ഏതാണെന്ന് മനസ്സിലാക്കി ആ താളം കൃത്യമായി തുടർച്ചയായി ആവർത്തിച്ച് പറയുകയും
അതിൻ്റെ കൂട്ടത്തിൽ അത് ഏത് നോട്ടാണ് വായിക്കേണ്ടതെന്ന് നോക്കി ആ നോട്ട് കൃത്യമായി ആ താളത്തിനനുസരിച്ച് വായിച്ച് പഠിക്കുകയും ചെയ്യുന്ന രീതി എല്ലാവരും പരിശീലിക്കണം. നമ്മുടെ മുന്നിൽ ഒരു സ്റ്റാഫ് നോട്ട് ഇരിക്കുകയാണെങ്കിൽ അതിലെ 5 ലൈനും 4 സ്പേസുകൾ നോക്കുക. അതിൽ ഏറ്റവും താഴത്തെ സ്പേസിൽ വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കിക്ക് ഡ്രം, അല്ലെങ്കിൽ ബേസ് ഡ്രം എന്ന് പറയും, അല്ലെങ്കിൽ ഫുഡ് ഡ്രം എന്ന് പറയും. ഇനി തൊട്ട് മുകളിൽ കാണുന്ന സ്പേസിൽ വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് തേർഡ് ടോം ടോം, അല്ലെങ്കിൽ ഫ്ലോർ ടോം, അല്ലെങ്കിൽ ബേസ് ടോം ടോം എന്ന് പറയും. അതിനും തൊട്ട് മുകളിലുള്ള സ്പേസിൽ വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്നെയർ ഡ്രം, അല്ലെങ്കിൽ സൈഡ് ഡ്രം എന്ന് പറയും. അതിന് തൊട്ട് മുകളിലുള്ള ലൈനിൽ ടച്ച് ചെയ്ത് വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സെക്കൻഡ് ടോം ടോം, അല്ലെങ്കിൽ മിഡ് ടോം ടോം. ഇനി തൊട്ട് മുകളിലുള്ള സ്പേസിൽ വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഫസ്റ്റ് ടോം ടോം, അല്ലെങ്കിൽ ഹൈ ടോം ടോം. ഇപ്പൊ നമ്മൾ ആ കാണുന്ന ലൈനുകളും സ്പേസുകളും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിന് പുറമെ കുറച്ച് ഇൻസ്ട്രുമെന്റും കൂടെ ഉണ്ട്. ഹൈ ഹാറ്റ്, അതുപോലെ സിംബൽസിൽ ഒരുപാട് ടൈപ്പ് സിംബൽസുകളുണ്ട്. റൈഡ് സിംബൽ ഉണ്ട്, ക്രാഷ് സിംബൽ ഉണ്ട്, സ്പ്ലാഷ് സിംബൽ ഉണ്ട്, സ്റ്റാക്ക് സിംബൽ ഉണ്ട്, ചൈന സിംബൽസ് ഉണ്ട്, എഫക്റ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സിംബൽസ് ഉണ്ട്. നൊട്ടേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഏത് ലൈനിലുള്ള ഇൻസ്ട്രുമെന്റ് ആണ്, ഏത് സ്പേസിലുള്ള ഇൻസ്ട്രുമെന്റ് ആണ്, അത് എത്ര നേരം വായിക്കണം, അത് ഷോർട്ടായിട്ട് വായിക്കണോ അതോ ലോങ് ആയിട്ട് വായിക്കണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ആ നൊട്ടേഷനെ അനുസരിച്ചാണ്. ഇനി നൊട്ടേഷനിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സിംബൽസിനെ കുറിച്ച് പഠിക്കാം. ഓരോ ലൈനിലും ഓരോ സ്പേസിലും ചിഹ്നങ്ങൾ മാറുന്നതനുസരിച്ച് ഇൻസ്ട്രുമെന്റുകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചിഹ്നങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നൊട്ടേഷനിൽ കറുത്തിട്ട് ഇരുണ്ട ഒരു ഷേപ്പിലുള്ള ഒരു ഭാഗമുണ്ട്. അതിന് നമ്മൾ പറയുന്നത് നോട്ട് ഹെഡ് എന്നാണ്. ഈ നോട്ട് ഹെഡ് ഓരോ ഇൻസ്ട്രുമെന്റിനനുസരിച്ചും ലൈനിലും സ്പേസിലും മാറി മാറി വരും. ഡ്രം കിറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള കിക്ക് ഡ്രം, സ്നെയർ ഡ്രം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടോംസ്, ഇതിനെല്ലാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഈ നോട്ട് ഹെഡുകളുള്ള നോട്ടുകളാണ്. എന്നാൽ അതിന് മുകളിലുള്ള ഹൈ ഹാറ്റ്, സിംബൽ തുടങ്ങിയ ഇൻസ്ട്രുമെന്റിനെല്ലാം എക്സ് അല്ലെങ്കിൽ ക്രോസ് ചിഹ്നം വരുന്ന നോട്ടുകളാണ്. ഇനി എന്താണ് സ്റ്റെം അല്ലെങ്കിൽ ടെയിൽ? സ്റ്റെമ്മുകൾ അല്ലെങ്കിൽ ടെയിലുകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുണ്ട ഭാഗമുള്ള നോട്ട് ഹെഡിന്റെ താഴേക്കോ മുകളിലേക്കോ വരയ്ക്കുന്ന കുത്തനെയുള്ള ലൈനുകളെയാണ് നമ്മൾ സ്റ്റെമ്മുകൾ അല്ലെങ്കിൽ ടെയിൽ എന്ന് പറയുന്നത്. നമ്മൾ വാക്കുകൾ എഴുതാൻ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഡ്രംസിൽ നോട്ടുകൾ എഴുതാനാണ് ഈ ചിഹ്നങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. ഈ ചിഹ്നങ്ങളെല്ലാം ഒരു പ്രത്യേക താളക്രമത്തിനുള്ളിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് അതൊരു സംഗീതമായിട്ട് രൂപപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൊട്ടേഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സോങ് അത് കറക്റ്റായിട്ട് വായിച്ച് പഠിക്കാനായിട്ട് നമുക്ക് നൊട്ടേഷൻ ഉപയോഗിക്കാം. ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഒരു ബീറ്റ് ഒരുപോലെ തന്നെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നൊട്ടേഷൻ ഉപയോഗിക്കാം. കൺഫ്യൂഷൻസ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നൊട്ടേഷൻ ഉപയോഗിക്കാം. നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആ പറയുന്ന നോട്ട് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് നൊട്ടേഷൻ ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് എഴുതി തന്നെ തരണം. അപ്പോഴാണ് നമ്മളത് വായിക്കുമ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല, അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ എന്താണ് നൊട്ടേഷൻ എന്ന് മനസ്സിലായല്ലോ. ഇനിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ വരാനുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഡ്രംസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഡ്രംസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും വ്യത്യസ്തമാർന്ന വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.